ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് നാം വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം: ദൈവം അത്യുന്നതനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ കാലഘട്ടത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നുള്ളത് ഒരു ഉണർത്ത് ഗാനമായി അവിടെ അനുഭവപ്പെടുവാൻ തക്കവിടവിടെയായി. മലാക്കി പ്രവാചകന് ശേഷം ഏകദേശം 400 സംവത്സരങ്ങൾ കഴിഞ്ഞ് മാനവർ കേട്ട ഒരു ഗാനമാണല്ലോ ഇത്. അതൊരു വലിയ സന്തോഷത്തിനും ആനന്ദത്തിനും കാരണമായ ഒരു ഗാനമാണ്. ആരാധനയില്ലാതെ, ദൈവിക വെളിപ്പാടില്ലാതെ ചില വർഷങ്ങൾ കഴിഞ്ഞ് ആട്ടിടയന്മാർ കേട്ട ഈ ഗാനം മാനവരെ വാസ്തവത്തിൽ ഉണർത്തി എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായി. അപ്പോൾ ലോകത്തിൽ വിപ്ലവം സൃഷ്ടിച്ച അനേക രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ഗാനങ്ങളുമുണ്ട്. സഖാക്കളെ മുന്നോട്ട് എന്നുള്ള വിപ്ലവഗാനം കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. അതുപോലെ പുതിയ ലോകത്തെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഗാനങ്ങളും ജനത്തെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ ദൂതന്മാർ പാടിയ ഈ ഗാനം സകലരെയും ഉണർത്തി. ഇടയന്മാരെയും ജ്ഞാനികളുമായ വിദ്വാൻമാരെയും സമാധാന സന്തോഷത്തിന്, സാധാരണക്കാരെയുമെല്ലാം ഉണർത്തിയ ഒരു പാട്ടാണ്. തന്നെയുമല്ല, നമ്മയും ഉണർത്തിയല്ലോ. എല്ലാ മാനവരെയും ഇന്ന് ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവിക രക്ഷയുടെ സന്ദേശം ഈ ഗാനത്തിലുണ്ട്. പ്രധാനപ്പെട്ട 5 വസ്തുതകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഒന്ന്, ദൈവസന്നിധിയിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണിതെല്ലാം. ദൈവം അത്യുന്നതനാണ്. ദൈവത്തിൻ്റെ മഹത്വം മഹിമ ഏറിയതാണ്. ഭൂമിയിൽ ദൈവപ്രസാദം ലഭിച്ചവരുണ്ട്, ദൈവപ്രസാദം ലഭിക്കാത്ത മനുഷ്യരുണ്ട്. ദൈവപ്രസാദം ലഭിച്ചവർക്ക് എന്നും സമാധാനം ഉണ്ടാകും. ഇങ്ങനെയുള്ള 5 കാര്യങ്ങളിലൂടെയും ഇന്ന് ലോകം കേൾക്കുന്നത് എന്താണ്? എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ച ഞാനും നിങ്ങളും ദൈവിക സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കട്ടെ. ഇന്നത്തെ ലോകത്തിൽ കേൾക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, പ്രതികാരത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും വഞ്ചനയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കൊലപാതകത്തിൻ്റെയും യുദ്ധഭീഷണിയുടെയും നിരാശയുടെയും ഗാനങ്ങളാണ്. ഒരിക്കൽ ലാമേക്ക് എന്നയാൾ തൻ്റെ ഭാര്യയെ ചൊല്ലിക്കേൾപ്പിച്ച ഒരു ഗാനമുണ്ട്, ഒരു പാട്ടുണ്ട്. ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ എന്ന് തുടങ്ങുന്ന ആ ഗാനത്തിൽ കൊലപാതകത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ധ്വനി നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്, വായിപ്പാൻ കഴിയുന്നത്. എന്നാൽ ലാമേക്കിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് പ്രവാചകൻ പ്രവചിച്ചത് അഥവാ പാടിയത്, കർത്താവ് 1000 ദൂതന്മാരുമായി വിശുദ്ധന്മാരുമായി വന്നിരിക്കുന്നു എന്നാണ്. ആദിമസഭയിൽ ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടുമുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു. ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും പാടും എന്നും നാം വായിക്കുന്നുണ്ടല്ലോ. ആകയാൽ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണരുക, എന്ന ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും എന്ന തിരുവചനം നമ്മൾ വായിക്കുന്നു. ഇതൊരു ഉണർത്ത് ഗാനമാണല്ലോ. ക്രൈസ്തവ സഭയെ കാലാകാലങ്ങളിൽ ഉണർത്തിയ അനേക ഗാനങ്ങളുമുണ്ട്. ആകയാൽ ലോകത്തെ ആലസ്യത്തിൽ നിന്ന് ഉണർത്തിയ ഈ ഗാനം നമുക്കൊരുമിച്ച് പാടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.